ഇന്നിപ്പോൾ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും കേരളത്തിൽ ജൂലൈ 3 ആയിരിക്കും എന്ന് പറയാം. നിർണായക ദിവസം. സിനഡ് കുർബാന അർപ്പിക്കപ്പെടുവാൻ നിർബന്ധിതരായ ദിവസമാണ് ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എത്ര ദേവാലയങ്ങളിൽ ഇങ്ങനെ സിനഡ് കുർബാന നടക്കും, എത്ര ദേവാലയങ്ങളിൽ അലങ്കോലമുണ്ടാവും, വഴക്കും വക്കാണവും ഉണ്ടാവും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ ഡോക്യുമെൻ്റ്, ഈ അണ്ടർസ്റ്റാൻഡിങ് തന്നെ ഒരു യുദ്ധാഹ്വാനമാണ്. അതായത് പള്ളികളിൽ പ്രശ്നങ്ങളുണ്ടാകണം, ബഹളങ്ങളുണ്ടാകണം എന്ന് കരുതിക്കൂട്ടി ബിഷപ്പുമാരിറക്കിയ ഒരു ഡോക്യുമെൻ്റായിട്ടാണ് ഇത് തോന്നുന്നത്. കാരണം അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ, പള്ളികളിൽ കുർബാനയ്ക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ വികാരി അച്ഛനെ അറിയിച്ചാൽ മതി, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ലീവിങ് ദ ഡോർ ഓപ്പൺ ഫോർ എ കൺഫ്രണ്ടേഷൻ. അതുപോലെ തന്നെ ചില അച്ഛന്മാർ നിയമം കയ്യിലെടുക്കുന്നുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, എൻ്റെ അയൽ ഇടവകയായ നടുവട്ടത്തും അതുപോലെ തന്നെ മഞ്ഞപ്ര, ഈ മഞ്ഞപ്രയും ഈ നടുവട്ടത്തും അതുപോലത്തെ രണ്ട് അച്ഛന്മാരും ഒന്നാണ്. അവിടുത്തെ സമൂഹമല്ല, അവിടുത്തെ സമൂഹം എനിക്കറിയാവുന്നതാണ്. അവിടുത്തെ സമൂഹം അൾട്രാ 100% എറണാകുളത്തെ നല്ല ചുടുരക്തമുള്ള ക്രിസ്ത്യാനികളാണ്, സീറോ മലബാറുകാരാണ്. അവിടെ അച്ഛന്മാർ ഈ മഞ്ഞപ്രയിൽ ഊരക്കാടനും നടുവട്ടത്തെ അച്ഛനെ എനിക്ക് അറിഞ്ഞുകൂടാ, ഇവർ രണ്ടുപേരുമാണ് അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ പല പള്ളികളിലും എനിക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 95% ഇടവക പള്ളികളിലും അറ്റ്ലീസ്റ്റ് 300-315 ഇടവകകളിൽ അവിടുത്തെ വികാരി അച്ഛന്മാർ നിർബന്ധിതരാകുകയാണ്. അവിടെ തീർച്ചയായിട്ടും മനസ്സോടെയായിരിക്കും അവിടെ ഈ സിനഡ് കുർബാന അർപ്പിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സമ്മർദ്ദത്തിൽ ആണ് ഇവർ ഈ കുർബാന ചെല്ലുന്നത്. എനിക്കിവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു തിയോളജിക്കൽ ക്വസ്റ്റ്യനാണ്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, ഒരു യുവതിയെ നിർബന്ധിച്ചൊരു പുരുഷനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അയച്ചാൽ ആ വിവാഹം സാധുവാകുന്നില്ല. അതുകൊണ്ടാണല്ലോ മനസ്സമ്മതം ചോദ്യം ഇരിക്കുന്നത്. നിനക്ക് ഈ പുരുഷനെ സ്നേഹിക്കാനും അവനെ വിവാഹം ചെയ്യാനും മരണം വരെ ഒന്നിച്ചു ജീവിക്കാനും താല്പര്യമുണ്ടോ എന്ന് വൈദികൻ ചോദിക്കുന്നതിൻ്റെ പൊരുൾ അതാണ്. ആ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ കല്യാണം നടത്തി കൊടുക്കുകയില്ല. കാരണം അത് നടത്തി കൊടുത്താലും അത് വാലിഡ് അല്ല. അപ്പോൾ അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി, സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു സ്ത്രീ ഒരു പുരുഷനെയോ വൈസ് വേഴ്സ ഒരു പുരുഷൻ സ്ത്രീയെയോ വിവാഹം ചെയ്താൽ ആ വിവാഹം അതിൽ തന്നെ അസാധുവാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ നിർബന്ധിച്ച് മാമോദിസ മുക്കിയാൽ ആ മാമോദിസ വാലിഡാണോ? കത്തോലിക്ക സഭയിൽ അതുപോലെ സാമാന്യ മാനുഷിക റൂൾ അനുസരിച്ചും ഒരു മനുഷ്യനെ നിർബന്ധ മതപരിവർത്തനം നടത്തിയാൽ ആ മതപരിവർത്തനം ലീഗലാകുന്നില്ല, ലെജിറ്റിമേറ്റ് ആകുന്നില്ല. അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച് ഗോതമ്പും പാൽപ്പൊടിയും കൊടുത്തിട്ട് വടക്കേ ഇന്ത്യയിൽ നമ്മുടെ അച്ഛന്മാർ ജനങ്ങളെ മാമോദിസ മുക്കുന്നു എന്ന് പറയുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല കേട്ടോ. ദേ ആർ ഡൂയിങ് എക്സലൻറ്റ് വർക്ക്. പക്ഷേ ഹിന്ദുക്കളും ഹൈന്ദവ തീവ്രവാദികളും പറയുന്നതാണ്. ഞാൻ പറയുന്നത് അങ്ങനെ വശീകരിച്ച് മതം മാറ്റം നടത്തിയാൽ അത് കൺവേർഷൻ ആകുന്നില്ല. അതുപോലെ നമ്മൾ ഒരുത്തനെ അറിയാതെ അവൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചിട്ട് ഭാഗ്യം പുത്രനും സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ മാമൂസ മുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാമൂസയാവുന്നുണ്ടോ? ഇല്ല. ഞാൻ 2 ഉദാശകളെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ മറ്റു ഉദാശകളെ പറ്റി ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ 2 ഉദാശകളും സമ്മർദ്ദത്തിന് പുറത്ത് അർപ്പിച്ചു കഴിഞ്ഞാൽ അത് വാലിഡാകുന്നില്ല, അതിന് സാധുതയില്ല എന്ന് വരികിൽ എങ്ങനെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന ഒരു കുർബാന വാലിഡായിരിക്കും, സാധുത ഉള്ളതായിരിക്കും? എനിക്കറിയാം, ഈ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വളരെ പണ്ഡിതന്മാരായിട്ടുള്ള വൈദികരുണ്ട് എന്നെനിക്കറിയാം. അല്ലെങ്കിൽ അൽമായർ വരെ ഉണ്ട്. വളരെ പണ്ഡിതരായിട്ടുള്ള നോളജബിളായിട്ടുള്ള ബൈബിളിനെ കുറിച്ചും കാനലോയെക്കുറിച്ചും ഒക്കെ അറിവുള്ള ആളുകളുണ്ട്. അവർ ഈ സിമ്പിൾ ഫാക്ടർ എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് സാധിക്കുമോ? അപ്പോൾ നമ്മളുടെ ഈ കുർബാന ഈ 3-ാം തീയതി തുടങ്ങി നമ്മളെ പ്രഷറിലാക്കി, സമ്മർദ്ദത്തിലാക്കി എറണാകുളത്തിലെ ഓരോ ദേവാലയങ്ങളിലും അർപ്പിക്കാൻ ഇവർ ആജ്ഞാപിച്ചിരിക്കുന്ന അണ്ടർ പെനാൽറ്റി ഓഫ് എക്സ്കമ്മ്യൂണിക്കേഷൻ, അണ്ടർ പെനാൽറ്റി ഓഫ് പണിഷ്മെൻറ്റ് അർപ്പിക്കാൻ നിർബന്ധിതരായി അവർ അർപ്പിക്കുന്ന ആ ദിവ്യബലിക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആ കുർബാന സാധുവായിരിക്കുമോ? എനിക്കറിയാനായിട്ട് വളരെ ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെ അത് സാധുവാകും എന്നും കൂടി ദൈവത്തെ ഓർത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. എൻ്റെ വിശ്വാസം ആ കുർബാനയിൽ ഇത് വെറും ചേഷ്ട, വെറും പൊള്ളയായ ഒരു ചടങ്ങ് എന്നുള്ളതല്ലാതെ അതിൽ യാതൊരു വിധത്തിലുള്ള സത്തയുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യാതൊരു ലീഗാലിറ്റി ഇല്ല,
അത് ഇല്ലീഗലാണ്, അത് ഇല്ലിസിറ്റ് എന്ന് മാത്രമല്ല, അത് ഇല്ലീഗലാണ്. അഗെയിൻസ്റ്റ് ദ വിൽ ഓഫ് ദ പീപ്പിൾ, അഗെയിൻസ്റ്റ് ദ വിൽ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, അഗെയിൻസ്റ്റ് ദ വിൽ ഓഫ് ദ സെലബ്രൻറ്റിൻ്റെയും വിശ്വാസിയുടെയും വിശ്വാസത്തിന് എതിരായിട്ട് സമ്മർദ്ദത്തോടു കൂടി അർപ്പിക്കുന്ന ഈ ബലിയിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇതിന് തക്കതായിട്ടുള്ള മറുപടി തരാനായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരിക. താങ്ക് യു വെരി മച്ച്.